ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡിസംബർ മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ എന്താണ് ഈ ഒരു ഡിസംബർ മന്ത് അട്രാക്റ്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എന്താണ് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്, നിങ്ങളുടെ എന്ത് മാനിഫെസ്റ്റേഷനാണ് വർക്കാവുന്നത്, അതൊക്കെയാണ് നോക്കുന്നത്. Dear Archangels, my spirit guide, please give me the right guidance for you. Dear Archangels, my spirit guide, നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്? ഏജ് ഓഫ് കപ്സ്, അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടായിരിക്കുകയും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അവസരം ഡിവൈൻ തരികയും ചെയ്യുന്നതായിരിക്കാം. ചില പേർക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നവർ റീയൂണിയനിലേക്ക് വരികയും അവർ പുതിയതായിട്ട് പ്രണയം തുടങ്ങുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആകാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അത് വളരെ നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം. ഇവിടെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ വരവ് ചിലവ് കണക്കുകൾ ബാലൻസ്ഡ് അല്ലാതെ ആയിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ പുതിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്തുന്നു. നിങ്ങൾ ചിലവുകൾ ചുരുക്കുന്നു, പണം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് പണം സമ്പാദിക്കാൻ നിങ്ങൾ ഇപ്പോഴേ മനക്കോട്ട കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് വളരെ അധികം ഉറപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ പുതിയ മാറ്റങ്ങളെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ചിലപ്പോൾ ഒരു പ്രണയം സാധ്യമാകാത്ത സിറ്റുവേഷൻസ്, പ്രണയങ്ങളൊന്നും തന്നെ ശരിയാകാത്ത സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാവുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾ പ്രണയത്തിലാണ് എന്ന ഒരു ബോധ്യം നിങ്ങൾക്ക് വരുന്നതാണ്. ഇവിടെ പ്രണയം തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി ചില കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. അത് മിക്കവാറും നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ജോബ്, കരിയർ ഒക്കെ സംബന്ധിച്ചായിരിക്കാം. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ വയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാതെ പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില ഇൻസിഡൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ ഓർക്കേണ്ടതില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡാക്കി വെച്ചിട്ടുണ്ടാവാം, മനഃപൂർവ്വം എൻഡാക്കി വെച്ചിട്ടുണ്ടാവാം. ഇനി അതിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവില്ല, അതെല്ലാം എൻഡായി പോയി, ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, എന്നെക്കൊണ്ട് തന്നെ സാധിക്കില്ല എന്നിങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദിസ് മന്ത് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പെങ്കിലും അതിൽ വയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായി പോയി എന്ന്, ഇനി അത് നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു കാര്യം നടക്കും. ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. പക്ഷേ അതിന് നിങ്ങളുടെ മടി ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റേണ്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ പോരായ്മയാണ്. ഒരു മടി. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ ഏറെ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ചകൾ വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക.
നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എനിക്കൊന്നിനും സാധിക്കില്ല, ഞാൻ കെട്ടപ്പെട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്, എന്നെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ടില്ല, എൻ്റെ പാരൻസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, എൻ്റെ പാർട്ട്ണർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. പക്ഷെ ആരും നിങ്ങളെ കെട്ടിവെച്ചിട്ടില്ല. ഈ ചിന്തയാണ് പകരം കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് കെട്ടുപാടിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ധാരാളം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരും. അതുവഴി നിങ്ങൾക്ക് പ്രതീക്ഷയാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാവും. അതുപോലെ തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ഈ ഒരു കാലയളവിൽ ആൾക്കാരുണ്ടാവാം. കൂടുതലായിട്ടും അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ തളർത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്ലാൻസ്, പ്രോജക്ട്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ വർക്കാവില്ല. അതുപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ട്രോമകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ വർഷം തന്നെ ഹീൽ ചെയ്ത് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ പഴയതിനെ എല്ലാം മറന്നിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അതാണ് നിങ്ങളുടെ വിജയം. പഴയ കാര്യങ്ങൾ, പഴയ സിറ്റുവേഷൻസ്, പഴയ വ്യക്തികൾ, ഇവയെല്ലാം ഓർത്തിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുക. ഫൊർഗീവ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ആ സിറ്റുവേഷൻസ്, വ്യക്തികൾ എല്ലാവരെയും ഫൊർഗീവ് ചെയ്ത് വിടുക. പഴയ വ്യക്തികൾ, സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, സന്ദർഭങ്ങൾ, അവയെയാണ് ഫൊർഗീവ് ചെയ്യേണ്ടത്. അതുവഴി നിങ്ങളിലെ ബ്ലോക്കേജസ് മാറ്റുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൊർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ റിലേഷൻഷിപ്പിലെ ബ്ലോക്കേജസ് ആണ് മാറുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, സന്ദർഭങ്ങളുണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാം, അവർക്ക് മാപ്പ് കൊടുക്കാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളിലെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് കൂടി മാറുന്നതാണ്. ഇനി പ്രണയം, ട്വിൻ ഫ്ലെയിംസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. യുവർ പാഷൻ ഇഗ്നൈറ്റ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ തന്നെയായിരിക്കാം നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് കിട്ടുന്നത്. പരസ്പരം ഉള്ള ഇഷ്ടം അത് ആളിക്കത്താനായിട്ട് കാരണമാവുന്നു എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഇനി ഏഞ്ചൽ, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഫോർഗീവിങ് ആൻഡ് ലേണിംഗ്. യെസ്, ആസ് യു റിലീസ്, നിങ്ങളെല്ലാം റിലീസ് ചെയ്യുമ്പോൾ ആൻഡ് ഹീൽ ദ പാസ്റ്റ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ ഹീൽ ചെയ്യപ്പെടാനുണ്ട്. കാരണം ഇതുവരെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു പേഴ്സണെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ റിലീസ് ചെയ്ത് കൊടുക്കുക. പാസ്റ്റിനെ എന്തായാലും നിങ്ങൾ ഹീൽ ചെയ്യുക. യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരാൻ കാരണമാകും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. ഇനി ഇവിടെ ഗൈഡൻസ് ഉള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ ഭഗവാന്മാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് യഥാസമയം ഗൈഡൻസ് നൽകുമെന്നുള്ളത് ഭഗവാൻ പരമശിവനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാനുണ്ട്, ബ്രഹ്മാവുണ്ട്, ഗണപതി ഭഗവാനുണ്ട്. എല്ലാവരും നിങ്ങളുടെ സഹായത്തിന് ഉണ്ട് എന്നുള്ളത്. അവർ നിങ്ങൾക്ക് യഥാസമയം ഗൈഡൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് പ്രയോറിറ്റിയും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഗണേശ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഇവിടെ 33 എന്ന് കിട്ടിയിട്ടുണ്ട്, 30 എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഏജ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഏഞ്ചൽസ് നിങ്ങളോട് എന്ത് മെസ്സേജാണ് ഈ ഒരു ഡിസംബർ മന്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്ന് നോക്കാം. ഇവിടെ റിക്കവറി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ പോയി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ സംബന്ധിച്ചായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു പണം കിട്ടില്ല, ഇനി അത് പോയി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കത് തിരികെ കിട്ടുന്നതാണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ട വസ്തുക്കളായിരിക്കാം തിരികെ കിട്ടുന്നത്, ഇനി പ്രണയവുമാകാം. ഏതായാലും നിങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി അത് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഏഞ്ചൽ പറയുന്നത്. ഇവിടെ യോക്ക് എന്ന് കിട്ടിയിട്ടുണ്ട്. ഫീലിംഗ് ടയർഡ് ഡൗൺ ഓർ ഫ്രസ്ട്രേറ്റഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി വല്ലാതെ താഴ്ന്നു പോകുന്നത് പോലെ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ മന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ദെൻ നോട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. അൺസക്സസ്ഫുൾ പ്ലാൻസ്. ചില പ്ലാൻസ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധ്യതയില്ല, അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കപ്പ്, യു ഷുഡ് ആക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. അതായത് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം വാല്യൂവുള്ള ക്രിറ്റിസിസം നേരിടേണ്ടി വരാം. അതേ മറ്റുള്ളവർ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ വുമൺ എന്ന് പറയുമ്പോൾ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ. ഒരു ലേഡിയുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ. ഇവിടെ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ച്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുക എന്നുള്ളതാണ് കിട്ടുന്നത്. ഇവിടെ സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ബർത്ത് ഓർ കോൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ഓർ എൻ്റർപ്രൈസ്. നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞുണ്ടാവുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഈ മന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡിസംബർ മന്ത് റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.